ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാൻ എത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 40-ാം സങ്കീർത്തനം ആദ്യ വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. 40-ാം സങ്കീർത്തനം
ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദ് പാടിയ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ വലിയ പരാജയത്തിന് ശേഷം ദാവീദ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ തിരിച്ചു വരികയും യഥാസ്ഥാനപ്പെടുകയും ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുകയും പാപമോചനത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുകയും ചെയ്തപ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടുന്ന സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. ഈ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം കാണുന്നത് ദാവീദ് ചെയ്ത ഒരു കാര്യം, ദൈവം ചെയ്ത 6 കാര്യം. ദാവീദ് ചെയ്ത ഒരു കാര്യം, യഹോവയ്ക്കായി കാത്തിരുന്ന് നിലവിളിച്ചു. ദൈവം ചെയ്ത 6 കാര്യം, 1, ദൈവം ദാവീദിൻ്റെ മേൽ ചാഞ്ഞു വന്നു. 2, ദൈവം ദാവീദിൻ്റെ നിലവിളി കേട്ടു. 3, ദൈവം ദാവീദിനെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. 4, ദാവീദിൻ്റെ കാലുകളെ ദൈവം ഒരു പാറമേൽ നിർത്തി. 5, ദൈവം ദാവീദിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 6, ദൈവം ദാവീദിൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി പാടുവാനുള്ള സ്തോത്ര കീർത്തനം തന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, യഥാസ്ഥാനപ്പെടുമ്പോൾ സ്തുതിയുണ്ട്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ സ്തോത്രമുണ്ട്. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുമ്പോൾ ആനന്ദ വായ്പുണ്ട്. ദൈവത്തിൻ്റെ വാത്സല്യം അനുഭവിക്കുമ്പോൾ, ദൈവം പാപക്ഷമ നൽകുമ്പോൾ വലിയ നന്ദിയുണ്ട് ദൈവത്തോട്. പാപം ക്ഷമിച്ചു കിട്ടുന്നതാണ് ഭാഗ്യം എന്ന് ദാവീദ് പാടുകയുണ്ടായല്ലോ 32-ാം സങ്കീർത്തനത്തിൽ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ലംഘനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ലംഘനം ക്ഷമിച്ചു തന്നു. പാപങ്ങൾ ഉണ്ടായിരുന്നു, ദൈവം പാപം മറച്ചു തന്നു. അകൃത്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു, പക്ഷേ ദൈവം അകൃത്യം കണക്കിട്ടില്ല. ദൈവത്തിൻ്റെ അളവറ്റ കരുണ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഘോരമായ പാതകങ്ങളെല്ലാം അയച്ചു കളഞ്ഞ് ദാവീദിന് ദൈവം മോചനം കൊടുത്തു, പാപക്ഷമ നൽകി. മഹാഭാഗ്യം ദാവീദിന് ലഭിച്ചു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന് യാചിച്ചു, നിലവിളിച്ചു. ദൈവം ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. സഹോദരങ്ങളെ, ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവത്തിന് ഏറ്റവും ഹിതകരമായ പ്രാർത്ഥന നിത്യജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിത്യ സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നിത്യ രക്ഷ അനുഭവമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. മനുഷ്യൻ സ്വതവേ പാപിയാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദാവീദ് തന്നെ 53-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല എന്നാണ് ദാവീദ് 53-ാം സങ്കീർത്തനത്തിലും 14-ാം സങ്കീർത്തനത്തിലും ആവർത്തിച്ച് പറഞ്ഞത്. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലും 3-ാം അധ്യായം 23-ാം വാക്യത്തിലും പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യൻ പാപം ചെയ്തു, എന്നാൽ ദൈവം അനുദപിക്കുന്ന പാപിക്ക് മോചനം കൊടുക്കുന്നു. മനുഷ്യൻ അകൃത്യത്തിൽ വീഴുന്നു, എന്നാൽ ദൈവം അകൃത്യത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുന്നു. അവൻ അനുദപിച്ച് നിലവിളിക്കുമ്പോൾ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ
നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനം സ്ഥിരമാക്കി. കഴിഞ്ഞ പ്രാവശ്യം നാം ആ 5-ാമത്തെ കാര്യം വളരെ വിശാലമായും വിശദമായും ചിന്തിച്ചതാണല്ലോ. അവൻ എൻ്റെ ഗമനം സ്ഥിരമാക്കി. സ്ഥിരതയുള്ള ഒരു ജീവിതം എനിക്ക് തന്നു. ആടിപ്പോകുന്ന ജീവിതമല്ല, വാടിപ്പോകുന്ന ജീവിതമല്ല, സ്ഥിരമായി ഓടുവാനുള്ള കൃപയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് ദാവീദ് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണമുള്ള ആന്തരിക സ്ഥിരത ദൈവം ദാവീദിന് സൗജന്യമായി കൊടുത്തു. ആവശ്യക്കാരുടെ യാചനകൾക്ക് മറുപടി തരുന്ന ദൈവം, അപേക്ഷ സ്വീകരിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലരെങ്കിലും ജീവിതത്തിൽ സ്ഥിരത കിട്ടാതെ, ഉറപ്പ് കിട്ടാതെ, ധൈര്യം കിട്ടാതെ പതറുകയും ആടി ഉലയുകയും ചെയ്യുന്നവരായിരിക്കും. എന്നാൽ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് സ്ഥിരത തരുവാൻ ജീവനുള്ള ക്രിസ്തുവിന് കഴിയും. നിങ്ങളെ സ്ഥിരമായി ചാഞ്ഞു പോകാതെ, ചരിഞ്ഞു പോകാതെ, വാടിപ്പോകാതെ, ആടിപ്പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ, ഭീരുക്കളായി പോകാതെ, സ്ഥിരതയോടെ, ധൈര്യത്തോടെ, ധീരതയോടെ മുന്നോട്ട് പോകുമാറാക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. വേണമെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാം. പലപ്പോഴും നാം അത്യാവശ്യക്കാരല്ലെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അനുഭവങ്ങൾ ലഭിക്കാതെ പോകുന്നത്. നാം ചിന്തിക്കും, ഞാൻ അത്യാവശ്യക്കാരനായതുകൊണ്ടല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ആവശ്യക്കാരനായതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്, എനിക്കെന്താണ് ഉറച്ചു നിൽക്കാൻ കഴിയാത്തത്, ഞാൻ തീരുമാനമെടുത്തെങ്കിലും പിന്നെയും ഞാൻ വാടിപ്പോകുന്നല്ലോ, ഞാൻ തളർന്നു പോകുന്നല്ലോ. ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, സമർപ്പണങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ സമർപ്പണങ്ങളിലും തീരുമാനങ്ങളിലും അടിയുറച്ച് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തായിരിക്കും അതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് അസാധ്യമായത് സാധിപ്പിച്ചു തരുന്ന ദൈവം നമുക്കിത് സാധിപ്പിച്ചു തരും. കർത്താവേ, എന്നെ നീ സഹായിച്ചേ പറ്റൂ എന്ന് നാം നിർബന്ധമായി യാചിക്കുമ്പോൾ, എനിക്ക് അസാധ്യമായത് നീ എനിക്ക് സാധ്യമാക്കി തരണമേ എന്ന് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാതെ ഞാൻ മാറുകയില്ല എന്ന് ദൈവസന്നിധിയിൽ നിർബന്ധമായി യാചിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം ആദ്യ ഭാഗത്താണ്, ആദ്യ ഖണ്ഡികയിലാണ് ആ ഉപമ നാം കാണുന്നത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എത്ര ആശ്വാസകരമായ വാക്കാണ് നമ്മുടെ കർത്താവ് ഇവിടെ തരുന്നത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഈ വിധവയുടെ പ്രാർത്ഥന? പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് എന്നെ രക്ഷിക്കണമേ. പ്രതിയോഗി എന്നെ അലട്ടുന്നു, എതിരാളി എന്നെ അലോസരപ്പെടുത്തുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ആക്രമിക്കുന്നു. അവൻ എന്നെ കഠിനമായി ഉപദ്രവിക്കുകയും എന്നെ അവൻ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ടുള്ള ഗതി മുട്ടിച്ച് കളയുന്നു, മുന്നോട്ടുള്ള ഗതി തടഞ്ഞു കളയുന്നു. അതുകൊണ്ട് പ്രതിയോഗിയോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രതിക്രിയ ചെയ്യണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഈ വിധവ ന്യായാധിപതിയുടെ മുൻപിൽ ചെന്ന് നിലവിളിക്കുകയാണ്. അവൾ എങ്ങനെയാണ് നിലവിളിച്ചത്? അവൾ മുട്ടിപ്പായി നിലവിളിച്ചു.
അവൾ രാപ്പകൽ നിലവിളിച്ചു. അവൾ മടുത്തു പോകാതെ നിലവിളിച്ചു. അവൾ അല്പം പോലും നിരാശപ്പെടാതെ നിലവിളിച്ചു. അവൾ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതുവരെയും നിലവിളിച്ചു. അവളുടെ യാചനയ്ക്ക് മറുപടി ലഭിക്കുന്നതുവരെയും നിലവിളിച്ചു. അനീതിയുള്ളവനായിരുന്നു ന്യായാധിപനെങ്കിലും അവൻ അവളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വിധവയുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ്, ദൈവമോ, നീതിയുള്ളവനായ ദൈവം, ദയാവായ്പുള്ളവനായ ദൈവം, കാരുണ്യവാനായ ദൈവം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹിതരെ, നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതൊന്ന് സ്വന്തമായി അനുഭവിക്കൂ. നിർബന്ധമായി നിങ്ങളുടെ ആവശ്യഭാരങ്ങളും പേറിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിലേക്ക് നിങ്ങൾ അണയുക. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള പാദത്തിൽ നിങ്ങൾ മുട്ടുമടക്കുക. ക്രിസ്തുവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി നിങ്ങൾ നിരന്തരം യാചിക്കുക. ദാവീദ് രാജാവ് വേറൊരു അവസരത്തിൽ പറഞ്ഞു, 123 സങ്കീർത്തനത്തിലാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ, യഹോവേ, നീ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിത സ്ഥിരത നിങ്ങൾക്ക് വേണമോ? മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ. വീഴാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഓടണമോ? നിരന്തരം പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ വാടിപ്പോകാതെ ഓടണമോ? ദൈവത്തിൻ്റെ അനന്തശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. സഹോദരങ്ങളെ, നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമോ? പാപത്തോട് സന്ധിയില്ലാതെ സമരം ചെയ്യണമോ? പാപം ജീവിതത്തിൽ വരികയില്ല എന്നെടുത്ത തീരുമാനത്തിന് കെട്ടുറപ്പേകണമോ? എങ്കിൽ നിങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം അവനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ, ദാസികളുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാവീദ് ഇത് പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്. സഹോദരങ്ങളെ, സ്ഥിരതയോടെ ഓടുക. അവൻ എനിക്ക് സ്ഥിരത തന്നു. അവൻ എന്നെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനം സ്ഥിരമാക്കി. സഹോദരങ്ങളെ, ഗമനത്തെ സ്ഥിരമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഗമനത്തിൽ നാം അല്പം പോലും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ചഞ്ചലപ്പെട്ടു പോകാതെ നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത 5-ാമത്തെ കാര്യം ഗമനം സ്ഥിരമാക്കി എന്നുള്ളതാണ്. 6-ാമത്തെ കാര്യം എന്താണ്? അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു പാട്ട്, സ്തുതി എന്ന പുതിയ പാട്ട്. സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യമാണ്. സ്തുതി നാവിൽ വരച്ച് കിട്ടുക. സ്തുതി ആത്മാവിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി, അതൊരു വലിയ സിദ്ധിയാണ്. സ്തോത്രം അതൊരു വലിയ പദവിയാണ്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നാം നിരന്തരം കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് യോഗ്യത പ്രാപിക്കുന്നത് ഒരു വലിയ പദവിയാണ്. അതൊരു മഹത്തായ യോഗ്യതയാണ്. സ്തുതി ഇടപെടാതെ കയറ്റുക. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങൾക്ക് ഇടയാകരുതേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയുണ്ടായി. നിരന്തരം ദൈവത്തെ സ്തുതിക്കുക. ഇടപെടാതെ ദൈവത്തെ ആർപ്പോടെ, ആഘോഷത്തോടെ, ദൈവത്തെ ആരവാരത്തോടെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുക. ദാവീദിന് ഈ അനുഭവം ഉണ്ടായി. ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഗ്യം തിരികെ കിട്ടി. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചത് എന്താണ്?
ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവേ, എൻ്റെ അധരങ്ങളെ ഒന്ന് തുറന്നു തരാമോ, എൻ്റെ ചുണ്ടുകളെ ഒന്ന് തുറന്നു തരാമോ, എനിക്കിതിനെ ഒന്ന് സ്തുതിക്കണമെന്നുണ്ടല്ലോ. സ്തുതിയുടെ കാലങ്ങൾ മറന്നുപോയി, സ്തുതിച്ച കാലങ്ങൾ തീർന്നുപോയി, എൻ്റെ സ്തുതി നിലച്ചുപോയി, എൻ്റെ ആരാധന മുടങ്ങിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ അധരങ്ങളെ നീ ഒന്ന് തുറക്കണമേ. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആർക്കെങ്കിലും ആത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ വിരസത കൊണ്ടിരിക്കുന്നുണ്ടോ? ആ അനുഭവത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ സ്തുതി, നഷ്ടപ്പെട്ട സ്തുതി വീണ്ടും കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെറുതെ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നതല്ല, ഹല്ലേലൂയ എന്ന് ഉച്ചരിക്കുന്നതല്ല, സ്തുതി അല്ലെങ്കിൽ സ്തോത്രമെന്ന് നാവുകൊണ്ട് ഉറക്കെ പറയുന്നതല്ല. ശരിയായ ആരാധന ഹൃദയത്തിൽ നിന്ന് വരുന്നതായ നന്ദിയാണ്, ഹൃദയത്തിൽ ഉറന്നു വരുന്ന സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം, വലിയവനെങ്കിൽ വലിയവ ചെയ്തു എന്നുള്ള അറിവ്, അത്യുന്നതെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതായ നനവ്. വിശുദ്ധ കന്യമാതാവ് യേശു തമ്പുരാനെ ഗർഭം ധരിച്ചതിന് ശേഷം അങ്ങ് മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് അവിടെ എലിസബത്തിനെ വന്ദിച്ചു എന്ന് തിരുവചനം പറയുന്നുണ്ട്. കന്യമാതാവ് എലിസബത്തിനെ വന്ദിക്കാൻ അവിടെ ചെന്ന് എലിസബത്തിനെ വന്ദിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. നാം വായിക്കുന്നത് അങ്ങനെയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? അപ്പോൾ മറിയാം പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. താഴ്ച കടാക്ഷിച്ചു എന്ന ഓർമ്മയിൽ നിന്നും തിരിച്ചറിവിൽ നിന്നുമാണ് സ്തുതി വരുന്നത്. എൻ്റെ എളിമയിൽ എന്നെ കടാക്ഷിച്ച് അവൻ ഇറങ്ങി വന്നു. എൻ്റെ നിസ്സാരതയിൽ എന്നോട് മനസ്സലിവ് തോന്നി. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ കടന്നു പിടിച്ചു, അവൻ എന്നെ ഉയർത്തി. ഈ ബോധം ആർക്കുണ്ടോ അവൻ്റെ ഉള്ളത്തിൽ സ്തുതി ഉയരും. ദാവീദ് തന്നെ മറ്റൊരവസരത്തിൽ പറഞ്ഞു. ദാവീദ് പറഞ്ഞത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള തിരിച്ചറിവോടുകൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവനായി ദാവീദ് വിളിച്ചു പറയുകയാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദാവീദ് പാടി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. എന്ത് ധൈര്യമാണ് ദാവീദിന്! തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. മരണത്തിൻ്റെ കയറുകൾ എന്നെ വരിഞ്ഞു മുറുക്കിയതാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചതാണ്, പാതാള വേദനകൾ എന്നെ പിടിച്ചതാണ്, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചതാണ്. എന്നാൽ ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. പ്രിയപ്പെട്ടവരെ, എന്ത് ഹൃദയ സ്പർശിയായ അനുഭവമാണ് ദാവീദ് വിവരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അനുഭവമുണ്ടോ? നിങ്ങൾ വിതുമ്പുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ കണ്ണുനീര് തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്ന യേശുവിനെ നിങ്ങളൊന്ന് വിളിക്കൂ. നാഥാ, നിൻ്റെ കരുണ എനിക്ക് അത്യന്താപേക്ഷിതമാണ്. കർത്താവേ, നീ എൻ്റെ രക്ഷകനാണ്. ഗോകുൽത്തായിലെ കുരിശിൽ തലചായ്ച്ചവനെ, നീ എൻ്റെ ഹൃദയത്തിൽ തലചായ്ക്കണമേ. നാഥ, അരിമത്യക്കാരൻ യൗസേപ്പിൻ്റെ കല്ലറിൽ അടക്കം ചെയ്യപ്പെട്ടവനെ, നിന്നെ എൻ്റെ ഹൃദയത്തിൽ അടക്കം ചെയ്യുവാൻ ഇന്ന് ഞാനിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നു.
നാഥ, നീ എന്നെ വിട്ടു മാറരുതേ. നിനക്കടുക്കാൻ കൊള്ളാകുന്നവനല്ല ഞാൻ, നിനക്ക് ഒന്ന് അടുത്ത് നിൽക്കാൻ കൊള്ളാകുന്നവളല്ല ഞാൻ. നാഥ, എൻ്റെ ജീവിതം പാപമയമാണ്, എൻ്റെ ജീവിതം മലീമസമാണ്, എൻ്റെ ജീവിതം പാപത്താൽ ഹീനമാണ്, മ്ലേച്ഛമാണ്, അഴുക്കാണ്ടതാണ് കർത്താവേ, വൃത്തിഹീനമാണ്. എന്നാൽ നിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് പാപിയെ വീണ്ടെടുക്കുകയും പാപിയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഞാനിതാ നിൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. എനിക്ക് വേണ്ടി ആണി അടിച്ച് തകർക്കപ്പെട്ട പാദത്തിൽ എൻ്റെ ജീവിതം ഇതാ ഞാൻ അടിയറ വയ്ക്കുകയാണ്. എൻ്റെ ആയുസ് ഞാനിതാ നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. എന്നെ തന്നെ നിന്റെ പാദത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നോട് കനിയണമേ, എന്നോട് മനസ്സലിയണമേ, ഈ മഹാപാപിയോട് കരുണ തോന്നണമേ. നാഥ, പാപികളിലേക്കും പ്രധാനിയായവനോട്, പാപികളിലേക്കും ഒന്നാമനായവനോട് കരുണ തോന്നണമേ കർത്താവേ. അത്ഭുതകരമായ പാപമോചനത്തിന് സൗഖ്യം തന്ന് എൻ്റെ കർത്താവേ, എന്നെ നീ വിടുവിക്കണമേ, എനിക്ക് മോചനം തരണമേ, നിന്നെ സ്തുതിപ്പാനുള്ള യോഗ്യത തരണമേ, നിനക്ക് സ്തോത്രം അർപ്പിക്കാനുള്ള കൃപ തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, ആനന്ദകരമായ അനുഭൂതിയോടുകൂടി ആരവാരത്തോടുകൂടി നിനക്ക് സ്തോത്രകീർത്തനങ്ങൾ ആലപിക്കുവാനുള്ള നൽവരം എനിക്ക് തരണമേ. ആഘോഷത്തോടെ നിന്നെ സ്തുതിപ്പാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ, അതിനുള്ള യോഗ്യത എനിക്ക് തരണമേ. നാഥ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്നിൽ കനിയണമേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ മേൽ ആവസിക്കണമേ, കൃപയുടെ ചെറിയ കീഴിൽ എന്നെ ചേർക്കണമേ, അവിടുത്തെ നൽവരം എൻ്റെ മേൽ പകരണമേ, തിരുനാമത്തിൽ കൂടി മഹത്വപ്പെടുത്തണമേ. ദൈവജനമേ, പ്രാർത്ഥിപ്പീൻ, ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുവീൻ, ആണിപ്പാടുള്ള പാദത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവീൻ, അവനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക, യേശുവിന് കൊടുക്കുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ അടിമ, യേശുവിനോട് വാക്ക് പറയുവീൻ, പുതിയ ജീവിതം തുടങ്ങുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലോടത്തെ കരം വെക്കണമേ കർത്താവേ. ആണിപ്പാടുള്ള കരം വെച്ച് എല്ലാവരെയും ആശീർവദിക്കണമേ. തിരുരക്തം പുരട്ടി എല്ലാവരെയും മോചിപ്പിക്കണമേ. പൈശാചിക ശക്തിയുടെ ഭീകരമായ പിടിയിൽ നിന്ന് മോചനം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഭീതികൾ മാറ്റണമേ, ചാഞ്ചല്യം മാറ്റണമേ, അസ്ഥിരതകൾ മാറ്റണമേ, ധൈര്യം കൊടുക്കണമേ, പ്രത്യാശ നൽകണമേ, സ്നേഹം പകരണമേ, പുതിയ ജീവിതം നൽകണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കരുണയുള്ള കർത്താവേ. ഈ വചനം കേട്ട് ഓരോരുത്തരുടെ മേലും സൗഖ്യത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ, കൃപ പകരണമേ, ഭൂതബാധകൾ മാറ്റണമേ, പൈശാചിക ബന്ധങ്ങൾ അഴിക്കണമേ, ശാപദോഷങ്ങൾ നീക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.